ഹൈ സ്റ്റുഡൻസ് 10 ദിവസത്തെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ കോളേജ് റീഓപ്പൺ ചെയ്തു. പക്ഷേ ഇന്നലെ എക്സാം ഡേ ആയിരുന്നു, അങ്ങനെ പോയത്. ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ അല്ലേ. വീണ്ടും നമ്മൾ ക്ലാസ്സുകളിലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. റെഗുലറായിട്ട് തന്നെ നമ്മുടെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഒരു 10 ദിവസം വീണ്ടും നമ്മൾ വീട്ടിലായിരുന്നു. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലായിരുന്നു. അമ്മയോടൊപ്പം അമ്മ ഉണ്ടാക്കി തരുന്നതൊക്കെ കഴിച്ച് ഏറ്റവും സന്തോഷമായിട്ട് നമ്മൾ ഓണമൊക്കെ ആഘോഷിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ 2 തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങളെ ബാധിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഓണം വെക്കേഷന് പോയി, അപ്പോൾ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മോഡൽ എക്സാംസിന് മാർക്ക് കുറഞ്ഞു പോയി. നിങ്ങളുടെ ആദ്യത്തെ മോഡലാണ് കഴിഞ്ഞത് അല്ലേ, അപ്പോൾ അതിന് മാർക്ക് കുറഞ്ഞു പോയി, അയ്യോ ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് പഠിക്കേണ്ടതായിരുന്നു. അങ്ങനെ എന്തായാലും ആ ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചില്ല, അല്ലെങ്കിൽ പഠിച്ചു പക്ഷെ അത് ഇഫക്റ്റീവ് ആയില്ല, എന്തോ കാരണം കൊണ്ട് മാർക്ക് കുറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ ഇനി വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നമുക്ക് നന്നായിട്ട് സമയമുണ്ട്. 7 മാസം ധാരാളമാണ്. ഈ 7 മാസം ഇനി ഒരു ദിവസവും കളയാതെ പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം. ഇനി കുറച്ച് പേർക്കെങ്കിലും ഒരു ഹോം സിക്നെസ് ഉണ്ട് അല്ലേ. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നു, അയ്യോ വീട്ടിലായിരുന്നെങ്കിൽ ഈ സമയം കുറച്ച് ഉറങ്ങാമായിരുന്നു, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ഇരിക്കാമായിരുന്നു, TV കാണാമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യാൻ നമ്മൾ അറിയാതെയെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവാം. ഞാൻ ഈ പറഞ്ഞ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടെന്നല്ല, പക്ഷെ കുറച്ചു പേർക്കെങ്കിലും. ഈ കുറച്ചു പേർക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോഴും എനിക്കറിയാം, കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ആരും തന്നെ കളിച്ച് നടക്കണമെന്നോ നമ്മുടെ ശ്രദ്ധ മാറണമെന്നോ ഒന്നും ചിന്തിക്കില്ല. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു കാര്യത്തിനെ ചൂസ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കും. അവിടെയാണ് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോഴും അയ്യോ ഈ സമയം വീട്ടിലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഉറങ്ങാമായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് വേറെന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാമായിരുന്നു എന്ന് ഈ സബ് കോൺഷ്യസ് മൈൻഡിന് തോന്നുന്നത്. അവിടെ നമ്മൾ പിടിച്ചു കെട്ടേണ്ടത് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെയും അവിടുന്ന് വരുന്ന ചിന്തകളെയുമാണ്. കാരണം അങ്ങനെ ഒരു ചിന്ത ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ക്ലാസ്സുകളിൽ ഫോക്കസ് കുറഞ്ഞു പോകുന്നത്. ഫോക്കസ് കുറയുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. ക്ലാസ്സിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഒറ്റ സ്ട്രെച്ചിന് പറ്റില്ലെങ്കിൽ കൂടി നമുക്കൊരു 80% ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടണം. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് ആ അധ്യാപകനിൽ അല്ലെങ്കിൽ അധ്യാപകൻ പറയുന്ന കോണ്ടന്റിലേക്ക് ആയിരിക്കണം. അങ്ങനെ ഒരു ഫോക്കസ് വേണമെങ്കിൽ നമുക്കതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടം വേണം. അവിടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡും അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡും ആ ഇഷ്ടം അംഗീകരിക്കണം. നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഷ്യസ് മൈൻഡിൽ നമുക്കറിയാം എൻട്രൻസ് ആണ്, നമുക്ക് പഠിക്കണം, നാളെ നല്ലൊരു സ്ഥലത്ത് എത്തിച്ചേരണം, അവിടുന്ന് വേണം ഓണം ആഘോഷിക്കാൻ, ഇതൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് അറിയാം. പക്ഷേ അപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് തെന്നി മാറി ക്ലാസ്സിൽ തന്നെ ഒന്ന് ഫോക്കസ് ഔട്ട് ആവാൻ തോന്നുന്നതും കോൺസെൻട്രേഷൻ മാറിപ്പോകുന്നതും. നോക്കൂ, നിങ്ങൾ സിമ്പിളായിട്ടൊരു കാര്യം ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഏറ്റവും ഇഷ്ടത്തോടെ ഒരു സിനിമ കാണാനിരിക്കുന്നു, ത്രൂ ഔട്ട് 2.5 hours നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കും. അത്രയും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കോൺസെൻട്രേഷൻ ഒട്ടും മാറാത്തതും ആ എൻ്റയർ സ്റ്റോറി നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നത്. അത്രയും ഫോക്കസ് എന്തുകൊണ്ട് ക്ലാസ്സിൽ കിട്ടുന്നില്ല? കാരണം അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, ഈ പറഞ്ഞതുപോലെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇഷ്ടങ്ങൾ കുറച്ചുകൂടെ കംഫർട്ട് തേടി പോകുന്നുണ്ട്. ആ കംഫർട്ടിലാണ് ഒരുപക്ഷെ നമുക്ക് ഒന്ന് ഉറങ്ങാൻ തോന്നുന്നതും അല്ലെങ്കിൽ അയ്യോ നാളെ പഠിക്കാം എന്ന് തോന്നുന്നതും പല പല ആക്ടിവിറ്റിയിലേക്ക് ചെറുതായിട്ടെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വന്നു പോകുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ ഇഷ്ടപ്പെട്ട് വേണം ചെയ്യാൻ. ഞാൻ വീട്ടിലായിരുന്നു എങ്കിൽ, ഞാനിപ്പോൾ വീട്ടിലല്ലല്ലോ, നമ്മൾ വീട്ടിലാണെന്നതിനേക്കാളും ഏറ്റവും നല്ലൊരു സ്ഥലത്ത് നമ്മൾ എന്തിനാണ് വന്ന് നിൽക്കുന്നത്? നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 16 മണിക്കൂർ പഠിക്കുന്നതിനേക്കാളും ഇഫേർട്ട് ലെസ് ആണ് സുഖമായി കിടന്നുറങ്ങുന്നത്. പക്ഷേ വൈ ആം ടേക്കിംഗ് ദിസ് ഇഫേർട്ട്? എന്തിനാണ് ഞാൻ അങ്ങനെ ഒരു ഇഫേർട്ട് എടുക്കുന്നത്? നാളെ എനിക്ക് ഏറ്റവും നല്ലൊരു സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. ആ ബോധം അതാണ് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കേണ്ടത്. അതൊരു അയ്യോ എനിക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല, എനിക്ക് 2 ദിവസമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ, ബാക്കി 8 ദിവസവും പഠിക്കേണ്ടി വന്നു എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. മറിച്ച് അത്രയും ദിവസം ഞാൻ പഠിച്ചത് കൊണ്ട് നല്ല മാർക്ക് വാങ്ങി എനിക്ക് നാളെ ഇഷ്ടമുള്ള സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും, അതിന് എന്നെ കൊണ്ട് കഴിഞ്ഞല്ലോ എന്ന് വേണം നിങ്ങൾ ആലോചിക്കാൻ. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും നമ്മൾ ഇഷ്ടപ്പെട്ട്, ഒരു കാര്യത്തിലും നമുക്കൊരു വിഷമം അങ്ങനെ ചെയ്തു പോലോ അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് നമ്മൾ ഒരിക്കലെങ്കിലും അങ്ങനെ ആലോചിച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് 2 പ്രാവശ്യം ആലോചിക്കും. സോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ്. അത് ഒറ്റയടിക്ക് നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ഇൻപുട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരുപാട് പ്രാവശ്യം കൊടുക്കുമ്പോൾ ക്ലാസ്
എത്ര ലെങ്തി ആയാലും എത്ര ബോറിംഗ് ആയാലും നിങ്ങളതിനെ ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് എത്ര അറിഞ്ഞുകൂടാത്ത സബ്ജക്റ്റ് ആണെങ്കിലും, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഇത് എനിക്ക് വേണ്ടിയാണ്, എനിക്കിത് പഠിച്ചേ പറ്റൂ, എനിക്ക് നല്ലതിന് വേണ്ടിയാണെന്ന ഇഷ്ടത്തോടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാകാതെ, ഒട്ടും ഫോക്കസ് ഔട്ട് ആവാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ പരീക്ഷയുടെ മാർക്കുകളെ കുറിച്ച് തൽക്കാലം ആലോചിക്കേണ്ട, വീട്ടിൽ നടന്ന ആഘോഷങ്ങളെക്കുറിച്ച് തൽക്കാലം ആലോചിക്കേണ്ട, അമ്മയെ വിട്ട് വന്നതിനെക്കുറിച്ച് വിഷമിക്കുകയും വേണ്ട. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇനി മുതൽ പഠിച്ചു തുടങ്ങിയാലും നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഫോക്കസ് മാറാതെ ഇന്ന് തൊട്ട് പഠിക്കുകയല്ലേ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.